നമ്മൾ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് മുട്ട കേക്ക്. ചിലയിടങ്ങളിൽ ഇതിന് വെട്ട് കേക്ക് എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 4 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടില്ല ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നുണ്ട്, ചെറിയ ഒരു ലൂസിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒരുപാടങ്ങ് പരത്താൻ പാടില്ല, ചെറിയൊരു കട്ടിയിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം കുത്തനെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം കേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കത് തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. ആ കേക്കിൻ്റെ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.